സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിലെ ഉൽപ്പന്ന വിപണന കേന്ദ്രങ്ങളിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ വിദ്യാർത്ഥികൾ തത്സമയം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സ്വന്തം കഴിവുകൾ നേരിട്ട് അവതരിപ്പിക്കുന്ന കാഴ്ചയും മേളയുടെ പ്രധാന ആകർഷണമാണ്. തത്സമയ നിർമ്മാണത്തിലൂടെ ഒരുക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്നും ലഭ്യമാകുന്നതും മേളയെ കൂടുതൽ ജനപ്രിയമാക്കുന്നു. 2 വർഷം ഈ പൂക്കളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എന്റെ 5ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ്. ഞാൻ 2ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാം സപ്പോർട്ടാണ്. ചേച്ചിയായാലും അമ്മയായാലും അച്ഛനാണ്. പിന്നെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ ആന്റി അങ്കിളും കൂടെയാണ്. ആ ആന്റി അങ്കിളുമാണ് ഞങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചൊക്കെ തരുന്നത്. അപ്പോഴാണ് ഞങ്ങൾ ഈ ഉണ്ടാക്കാനൊക്കെ പഠിച്ചത്. ഞങ്ങൾക്കിത് ഉണ്ടാക്കാൻ പോലും അറിയത്തില്ലായിരുന്നു. എന്താണ് സാധനം, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഈ ആന്റി ഇങ്ങനെ വാങ്ങിച്ചു തന്നപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കാൻ പ്രാക്ടീസ്. പിന്നെ ഓരോ പേപ്പേഴ്സായി പിന്നെ ഇത് ഇവിടെ വരെ എത്തിയായിരുന്നു. അതാണ്ട് ഇത് ഉണ്ടാക്കാൻ ഒരു 5 മിനിറ്റ് മതി. നല്ല ഈസിയാണ്, നല്ല കാണാൻ രസവും തോന്നുന്ന ഒരു പൂവാണ്. ഞാൻ 2 വർഷമായി. ചേച്ചി 5ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ്. പിന്നെ ഇതൊക്കെ തുടങ്ങിയത് ഞാൻ 5ാം ക്ലാസ്സിലാണ്. പിന്നെ അങ്കിളും ആന്റിയും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. വീട്ടില് എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരികയൊക്കെ ചെയ്യും. പിന്നെ ഓരോന്ന് ഇതിപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയം ഞങ്ങൾ ഇപ്പൊ പഠിച്ചതാണ്. ഈ പൈപ്പ് ക്ലീനർ വെച്ചിട്ടുള്ളത്. ബാക്കി പേപ്പറിലൊക്കെ ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ സ്കൂളിലേക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളുടെ മിസ്സുമാര് ബൊക്കെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളോട് പറയാറുണ്ട്. വിദ്യാർത്ഥികളിൽ വിജ്ഞാനവും ഗവേഷണ താൽപര്യവും വർദ്ധിപ്പിക്കുക, പഠനത്തിലൂടെ നേടിയ അറിവുകൾ സാമൂഹിക പ്രാധാന്യമുള്ളതായും ഉൽപാദന പ്രവർത്തനങ്ങളായും മാറ്റുക എന്നതുമൊക്കെയാണ് പ്രവൃത്തി പഠനമേളയുടെ പ്രധാന ലക്ഷ്യം. പ്രാദേശികമായി ലഭ്യമാകുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് പരമ്പരാഗത അറിവിനെ ആധുനിക ആവശ്യങ്ങളോട് കൂട്ടിച്ചേർത്ത് പുതിയ കാലത്തിന്റെ വെല്ലുവിളികൾക്ക് പരിഹാരമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പരിശീലനമാണ് ഇവിടെ കുട്ടികൾക്ക് ലഭിക്കുന്നത്. അപ്പൊ ഞാനിത് തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷമായി. ഞാൻ ഇപ്പൊ 8th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വരാനുണ്ടായ കാരണം എന്നെ മുമ്പ് വർക്ക് എക്സ്പീരിയൻസ് പഠിപ്പിച്ച ടീച്ചറിനായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ, ഷംന ടീച്ചർ. ആ ടീച്ചർ എന്നെ രാത്രി വിളിച്ചു. അപ്പോൾ പെട്ടെന്നാണ് ഇങ്ങോട്ട് ഇതറിഞ്ഞിട്ട് എത്തിയത്. പിന്നെ ഇതിപ്പോൾ ഞാൻ ഹോബി ആയിട്ടാണ് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ടീച്ചർമാർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും, അതൊക്കെയാണ്. പിന്നെ വീട്ടിൽ അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ നല്ല സപ്പോർട്ടാണ്. അച്ഛനാണ് ഇത് ആദ്യമായിട്ട് എനിക്ക് തുടങ്ങി തന്നത്. പിന്നെ ഇതിപ്പോൾ ഫ്രീ ടൈമിലൊക്കെ ഇങ്ങനെ നമ്മൾ ആക്ടിവിറ്റി പോലെ ചെയ്യും. ഇതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ചിരട്ടയും ഈ വൈറ്റ് കാണുന്നത് അത് വൈറ്റ് ഇളനീര് ചിരട്ടയാണ്. ഇത്രയാണ് നമ്മൾ ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. ഏകദേശം 3 വർഷമായി ഞാനിപ്പോൾ തുടങ്ങിയിട്ട്. കുട്ടികളുടെ അഭിരുചിയും കഴിവും തിരിച്ചറിയാനും പ്രോത്സാഹിപ്പിക്കാനും കഴിയുന്ന ഒരു പഠനവേദിയായി ഈ പ്രദർശന വിപണനമേള മാറുന്നു. കലോത്സവത്തിന്റെ ആഘോഷാന്തരീക്ഷത്തിൽ പഠനത്തിന്റെ പ്രായോഗികതയും സാമൂഹിക പ്രസക്തിയും ഓർമ്മിപ്പിക്കുന്ന ഈ മേള കലോത്സവത്തിലെ വേറിട്ടൊരു മുഖമായി ഇതിനകം ശ്രദ്ധേയമായി കഴിഞ്ഞു. സീ മലയാളം ന്യൂസ്, തൃശൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.